സിമ്പിൾ ഡിപി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഓട്സ് കൊണ്ടൊരു ഉപ്മാവ് ഉണ്ടാക്കാം. പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് ഓയിൽ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ചെറിയ ഉള്ളി മുറിച്ചതും പച്ചമുളക് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് വാടിക്കഴിയുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. സവാള മുറിച്ചത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതൊന്ന് വാടിക്കഴിയുമ്പോൾ മുറിച്ച് വെച്ച കാബേജ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി പാൻ വെച്ച് ഓട്സ് ഇട്ട് കൊടുക്കാം. ഓട്സ് ഡ്രൈ റോസ്റ്റ് ആണ് ചെയ്യേണ്ടത്. നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഓട്സ് കൊണ്ട് ഓരോന്നുണ്ടാക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഓട്സ് കുടിക്കാനും വലിയ ഇഷ്ടമാണ്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി റവ ഇട്ട് കൊടുക്കാം. റവ 1/4 കപ്പും ഓട്സ് 1 കപ്പുമാണ് ഞാൻ എടുത്തത്. റവയൊന്ന് നല്ലതുപോലെ വറുത്തെടുക്കാം. ഓട്സും അതുപോലെ നല്ലതുപോലെ വറുത്തെടുക്കണം. രണ്ടും നല്ലതുപോലെ വറുത്തെടുത്താൽ മാത്രമേ ഉപ്മാവിന് സ്വാദുണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു പശ പോലെ പറ്റി പിടിക്കുകയാണ് ചെയ്യുക. ഇനി ഇത് മാറ്റി വയ്ക്കാം. പാനിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ ഗീയാണ് ഞാൻ ഒഴിച്ചത്. ഓയിൽ ചൂടാകുമ്പോൾ നമ്മൾ വറുത്ത് വെച്ച എല്ലാ കൂട്ടുകളും അതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഉപ്പുണ്ടോ എന്ന് നോക്കി നിങ്ങൾക്ക് വേണ്ടുന്ന ഉപ്പിട്ട് കൊടുക്കാം. ഇത് എത്രമാത്രം ഇളക്കുന്നുവോ അതിനാണ് സ്വാദ് കൂടുതൽ ഉണ്ടാവുക. അധികം കളർ മാറാൻ പാടില്ല. കാൽ കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈരാണ് ഒഴിക്കേണ്ടത്. ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് പൊടി പോലെയുള്ള ഉപ്മാവാണ് ഇഷ്ടമെങ്കിൽ ടേബിൾ സ്പൂൺ കൊണ്ട് കുറച്ച് ഒഴിച്ചു കൊടുത്ത് ഇളക്കി നോക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള തേങ്ങ ഇട്ടു കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ ഇളക്കി ചേർക്കാം. വറുത്ത് വെച്ച നിലക്കടല ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയിട്ട് ഗാർണിഷ് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.